കപടവിശ്വാസം നമ്മുടെ വിശ്വാസത്തിന്റെ ഉള്ളിലേക്ക് കാപട്യം അത് സങ്കീർണമായി കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ജനങ്ങളെല്ലാവരും പറയുന്നത് നല്ല വാക്കുകളാണ്. പക്ഷേ പറയുന്നതും ചെയ്യുന്നതും ഒരുപോലെയാണെങ്കിൽ അവരാണ് ഭാഗ്യവാന്മാർ. നമ്മൾ എന്തൊക്കെയോ എനിക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണെന്ന് പറയും, സുബഹിക്ക് എഴുന്നേൽക്കൂല. എനിക്ക് റസൂലുള്ളാഹിനോട് ഹബ്ബാണെന്ന് പറയും, ഹബീബിന്റെ ചര്യകൾ നമ്മൾ പിൻപറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നമാ യുവബ്ബിഹു നഫ്സഹു, സ്വന്തം ശരീരത്തെയാണ് അവർ നാണം കെടുത്തുന്നത് അല്ലാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോ. നമ്മളൊക്കെ അഹ്ലുസുന്നയുടെ ആവേശമുള്ള ആളുകളാണ്, നമ്മളൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഈ പറയുന്ന നമുക്ക് അമലിനോട് എത്ര സ്നേഹമുണ്ട്, ഖിയാമുൽ ലൈൽ ഇഷ്ടമാകുന്നുണ്ടോ, അല്ലാഹുവിന്റെ മുമ്പിൽ ഒറ്റക്കൊരു റൂമിലാകുമ്പോ ഇരുന്ന് കരയാറുണ്ടോ, നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഇരുന്ന് ദുആയിരന്ന് കരഞ്ഞു പോകാറുണ്ടോ? ആരും കാണാത്ത നേരത്ത് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളിൽ കപടവിശ്വാസം വന്നുപോയിട്ടുണ്ടോ എന്ന് പേടിക്കണം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിഫാഖ് അപകടമാണ്. അത് വരാതിരിക്കണമെങ്കിൽ നമ്മുടെ വാക്കുകൾ നന്നായിരിക്കണം. 5 വിഷയമാണ് ആദ്യം പറയുന്നത്. എങ്ങനെയാണ് കാപട്യം നമ്മിൽ നിന്ന് ഇല്ലാതെയാക്കുക? അതിസങ്കീർണമാണ് വിശ്വാസത്തിലെ കാപട്യം എന്നതാ വിഷയം. അത് ഇല്ലാതെയാവാൻ 5 വിഷയങ്ങൾ ചെയ്യണം. 1, നമ്മുടെ വാക്ക് പറയുന്നതും കേൾക്കുന്നതും നമ്മൾ ഉച്ചരിക്കുന്നതും സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും സത്യസന്ധമാവുക. അൽ-സിദ്ഖു ഫിൽ ഖൗൽ, പറയുന്നത് സത്യമായി പറയാ. അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹു അക്ബർ നിസ്കരിക്കാൻ നിൽക്കുമ്പോ وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا أول المسلمين. إن سورة الأنعام آيتان. ഇതിന് സമാനമായ ദിക്റാ നമ്മൾ ഇഫ്തിതാഹിയ ഫാത്തിഹയ്ക്ക് മുമ്പ് ഓതുന്ന ദിക്ർ അല്ലേ, ആ ദുആ. ഇത് ഖുർആനിലെ സൂറത്തുൽ അൻആമിലെ 162-163 ആയത്തുകൾ. എന്താണ് പറയുന്നത്? അല്ലാഹുവേ, എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ അനക്കം, എന്റെ അടക്കം, ഞാൻ വണ്ടിയെടുത്ത് ഓടുന്നത്, ബൈക്കെടുത്ത് പോകുന്നത്, ഞാൻ നടക്കുന്നത്, ഇരിക്കുന്നത് എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവേ നിനക്ക് വേണ്ടിയാണ്. അങ്ങനെയാണോ ആ പറയുന്നത്? നിസ്കാരത്തിൽ പറയുന്നുണ്ടല്ലോ, 5 നേരം പറയുന്നുണ്ട് ഒരു ദിവസം. എന്റെ ജീവിതം നിനക്കാണ്, അവിടെ പോയി ഫിത്തന പറയും. എന്റെ അനക്കവും അടക്കവും നിനക്കാണ്, ഇവിടെ പോയിട്ട് എന്തെങ്കിലും ഫസാദ് ഉണ്ടാക്കും. ഞാൻ എല്ലാം നിനക്ക് തന്നു റബ്ബേ. പക്ഷെ അത് കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഓർമ്മ ഉണ്ടാവുന്നില്ല. അപ്പൊ നമ്മൾ കാപട്യം നമ്മൾ കൊണ്ടു നടക്കുകയാണ്. പറഞ്ഞതൊന്ന്, ചെയ്യുന്നത് വേറൊന്ന്. മഹാനായ ഇമാം ഫിരിയാബി റഹ്മത്തുള്ളാഹി, ജഅഫർ ഇബ്നു മുഹമ്മദുൽ ഫിരിയാബി എന്ന മുൻഗാമികളിൽ കഴിഞ്ഞുപോയ ഈ ഉമ്മത്തിന്റെ ആദ്യ നൂറ്റാണ്ടിൽ കഴിഞ്ഞ പ്രഗൽഭനായ പണ്ഡിതന്റെ കിതാബ് എഴുതിയിട്ടുണ്ട്, ദമ്മുൻ നിഫാഖ്, കാപട്യം ജീവിതത്തിൽ വരരുത് എന്ന് കാപട്യത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഇമാം ഫിരിയാബിയുടെ കിതാബ്. അതൊരു സംഭവം പറയുന്നുണ്ട്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനവറുകൾ പറയുകയാണ്, അൽ മുനാഫിഖുല്ലദീ യസിഫുൽ ഇസ്ലാമ വലാ യഅമലു ബിഹി, കപടവിശ്വാസി എന്ന് പറയുന്നത് ഇസ്ലാമിനെ പറ്റി നല്ലത് പറയുകയും എന്നാൽ അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവരാണത്രേ. സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ ഭയങ്കരമായിട്ട് അത് അങ്ങനത്തെ ദീനാണ്, ഇങ്ങനത്തെ ദീനാണ്, റസൂലുള്ളാഹിന്റെ സുന്നത്ത് കണ്ടോ, അത് ഇങ്ങനെയാണ്, ഖുർആന്റെ അത്ഭുതം കണ്ടോ, ഖുർആന്റെ മഹാത്ഭുതം കണ്ടില്ലേ, മിറക്കിൾസ്, ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറയാണ്. പക്ഷെ ഖുർആൻ എടുത്ത് ഓതൂല, ഖുർആന്റെ അഹ്കാമുകൾ പഠിക്കൂല, ഖുർആനനുസരിച്ച് ജീവിക്കൂല, റസൂലുള്ളാഹിനെ പഠിക്കാൻ സമയമല്ല. നല്ലതേ പറയും, വർത്തമാനം ഭയങ്കരമാണ്, പക്ഷേ അമല് ചെയ്യൂല. ഇത് നിഫാഖിന്റെ അടയാളമാണെന്ന് ഹബീബിന്റെ സ്വഹാബി ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇമാം ഫിരിയാബി ദമ്മുൻ നിഫാഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ പറ്റിയാണോ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറയുന്നത്? അല്ലാഹു നമ്മുടെ കർമ്മങ്ങളും വാക്കുകളും നന്നാക്കി തരട്ടെ. രണ്ടാമത്തേത്, നമ്മുടെ നീയത്ത് നന്നായിരിക്കുക. നമ്മൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കുക. നീയത്ത് നന്നാകുമ്പോഴാണ് കാപട്യമില്ലാതിരിക്കുള്ളൂ. നമ്മൾ എന്തിനു ചെയ്യുന്നൊരു കാര്യം, എന്തിനു ചെയ്യുന്നു?
നാളെ ശരീഅത്തിന്റെ സമ്മേളന പ്രഖ്യാപനം നടക്കുകയാണ് അല്ലെ, ഇവിടുന്ന് ബസ് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആ ബസ്സിന് പോവാൻ തീരുമാനിച്ചു. എന്തിനെന്നറിയോ? കാസർഗോഡ് ബാക്കി ജില്ലക്കാരൊക്കെ ഒന്ന് കാണാൻ ഞങ്ങൾ ബദിരക്കാരാ ബസ് എടുത്ത് പോയത്, നിങ്ങളൊക്കെ കാറിലല്ലേ വന്നിട്ടുള്ളൂ എന്ന് പറയാനാണെങ്കിൽ ആ പോകുന്ന നഷ്ടത്തിനാണ്. അല്ല, അല്ലാഹുവേ നിന്റെ ശരീഅത്തിന് കോട്ടം തട്ടാൻ ഞങ്ങൾ സമ്മതിക്കില്ല റബ്ബേ. നിന്റെ ശരീഅത്തിന് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് അല്ലാഹുവേ. നിന്റെ ശരീഅത്തിന്റെ സംരക്ഷണത്തിന് ഇതാണ് ധർമ്മസമരമെങ്കിൽ ഞങ്ങൾ അതിന് ഒരുക്കമാണ്. അതിന് ബദരയിലെ മുഅ്മിനീങ്ങൾ ഒരുക്കമാണ്. ഇതാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അത് അള്ളാന്റെ മാർഗത്തിലുള്ള പോക്കാണ്. നമ്മുടെ നിയ്യത്ത് നന്നായിരിക്കാൻ അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു നന്നാക്കി തരട്ടെ. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞതും ഷഫീഉൽ അസ്ബഹിക്ക് ബോധം കെട്ടുപോയതും നിയ്യത്ത് നന്നാവാതെ ജിഹാദ് ചെയ്യുകയും ധർമ്മസമരം ചെയ്യുകയും ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്ത മൂന്നാളുകളെ അല്ലാഹു അവ്വലുമൻ തുസഅറു ബിഹിമുന്നാറു യൗമൽ ഖിയാമ, നാളെ അന്ത്യനാളിൽ നരകം വിഴുങ്ങുന്ന മൂന്ന് വിഭാഗത്തിന് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഹദീസ്. ഹബീബിന്റെ മസ്ജിദുൻ നബവിയിൽ വെച്ച് ഹബീബിന്റെ മുമ്പിൽ മറ്റാരുമില്ലാതെ ഒറ്റക്ക് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേട്ട് പഠിച്ച ഹദീസ് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി പൂർത്തിയാക്കാൻ കഴിയാതെ 4 തവണ ബോധം കെട്ട് വീണ് പ്രയാസപ്പെട്ടിട്ട് ഓതിക്കൊടുത്ത ആ ഹദീസ്, ചെയ്തു പോയ കർമ്മങ്ങൾ വലുതാണ്, പക്ഷെ നീയത്ത് മോശമായിരുന്നു. നീയത്ത് നന്നാവണം. അപ്പോഴാണ് കാപട്യമില്ലാതിരിക്കുക. എന്ത് ചെയ്യാണെങ്കിലും നല്ല നീ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചു കൊടുക്കുകയാണ്. എന്റെ നീയത്ത് എന്താണ്? പടച്ചവനെ, ഇത് സ്വതക്കയാണ് നിന്റെ മാർഗത്തിൽ. എന്റെ മക്കൾക്ക്, എന്റെ ഭാര്യയ്ക്ക്, ഉമ്മാക്ക്, പെങ്ങൾക്ക്, കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് സ്വതക്കയാണ്. ആണോ? സ്വതക്കയാണ്. നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചു കൊടുക്കുന്നത് സ്വതക്കയാണ് എന്ന് ആര് പറഞ്ഞു? ഹബീബുനാ റസൂലുള്ളാഹ്. നമ്മുടെ കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നു, അവർക്ക് മിഠായി വാങ്ങിച്ചു കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുന്നു. ഇത് സ്വതക്കയാണ്. നീയത്ത് വേണം. ഇത് ഇഹ്തസബ, അല്ലാഹു കൂലി തരുമെന്ന് വിചാരിച്ചു ചെയ്താൽ അതിന് കൂലിയുണ്ട്. വെറുതെ കുട്ടികൾക്ക് വേണമെന്നു വാങ്ങിച്ചു കൊടുത്തു, പട്ടിണി നടത്താൻ വയ്യല്ലോ, എന്തെങ്കിലും കഴിക്കണ്ടേ, അപ്പൊ പിന്നെ കാസർഗോഡ് പോയി എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിച്ചോണ്ടെന്ന് വാങ്ങിച്ചു കൊടുത്ത് വീട്ടിലെത്തിച്ചു കൊടുത്തു, കാശങ്ങ് പോയി കിട്ടും, സ്വതക്കയാവൂല. ഇത് ഇഹ്തസബ, അല്ലാഹു കൂലി തരുമെന്ന് നിയ്യത്തുണ്ടെങ്കിൽ അത് സ്വതക്കയാണ്. ഇപ്പൊ കല്യാണം കഴിച്ച എത്ര സ്വതക്ക ചെയ്യുന്നുണ്ട്? പള്ളിക്ക് കൊടുക്കാത്ത പിഷ്കന്മാർ വരെ പെണ്ണുങ്ങൾക്ക് തിന്നാൻ കൊടുക്കുമല്ലോ, ഭാര്യയ്ക്കും മടക്കും കൊടുക്കൂലേ? നിയ്യത്തുണ്ടെങ്കിൽ അത് സ്വതക്കയാണ്. പക്ഷെ ആ സ്വതക്ക മാത്രം പോരെ, നമുക്ക് സ്വതക്ക വേണം. 1 ലക്ഷം കടത്തിലാന്നാ പറഞ്ഞ ഉസ്താദ്. എന്റെ സ്വതക്ക ഞാൻ വീട്ടിൽ കൊടുക്കുന്നുണ്ട് ഡെയിലി എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ പറ്റൂലേ? അത് വേറെ. ഇങ്ങനെയും സ്വതക്കയും കൊടുക്കണം അള്ളാന്റെ ദീനിന് വേണ്ടി. ഇൻഷാ അല്ലാഹ് ആ ഒരു 1 ലക്ഷം കടക്ക് നമുക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റൂല ഇവിടെ. മൂന്നാമത്തേത് കപടവിശ്വാസം. നമ്മുടെ വിശ്വാസത്തിന്റെ ഉള്ളിലേക്ക് കാപട്യം, അത് സങ്കീർണമായി കടന്നു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മൂന്നാമത്തെ വഴി 2 പറഞ്ഞു. 1, നമ്മൾ പറയുന്നത് സത്യമായിരിക്കുക. അല്ലാഹുവിന്റെ ജീവിതം ഇന്ന സ്വലാത്തി വനുസുക്കി, അങ്ങനെ തന്നെ ആവുക. നമ്മുടെ നിയ്യത്ത് നന്നാവുക. മൂന്നാമത്തേത്, അല്ലാഹുവിനോട് വല്ലതും വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക. 27-ാം രാവാകുമ്പോ എത്ര കരാറുകളാണ് അള്ളാഹുവിന്റെ കോടതിയിലേക്ക് പോകുന്ന. പടച്ചവനെ, ഇനി ഞാൻ നല്ല കുട്ടിയാവും, ഇനി മുതൽ ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും എന്നും. പെരുന്നാളായ നമ്മൾ മറന്നു, പിന്നെ വെടിയൊക്കെ പൊട്ടിച്ച് അതൊക്കെ തകർക്കും. എന്തൊക്കെ കരാറാ നമ്മൾ. എത്ര നല്ല കുട്ടികളെ ഉസ്താദ് പറയും, മക്കളെ 27-ാവിന്റെ ബർക്കത്തൊന്ന് മനസ്സിലാക്കിക്കോളി, നാളെ മുതൽ എല്ലാവരും ഖുർആൻ ഓതിക്കോളി. ഓക്കെ ഉസ്താദെ, ഞങ്ങൾ ഓതും. ഒരൊറ്റ കുട്ടി പിന്നെ തുറന്നു നോക്കിയിട്ടുണ്ടാവില്ല മുസാഫിർ. സുബ്ഹാനല്ലാഹ്. എന്നും തഹജ്ജുദ് നിസ്കരിക്കണം കേട്ടോ, ഇൻഷാ അല്ലാഹ്. സുബൈക്ക് ഇനി എപ്പോഴും ഉണ്ടായിക്കോട്ടെ ജമാഅത്തിന്. റമദാൻ കഴിഞ്ഞാലും ജമാഅത്തോടെ ഉണ്ടാവുന്നൊക്കെ ഉസ്താദന്മാരൊക്കെ വാട്സപ്പിൽ ഒരു വിറ്റൊക്കെ വിടും. എന്നാലും നമുക്കതിനൊന്നും നേരം കിട്ടുന്നില്ല. ഇനി അടുത്തൊരു റമദാൻ വരണം. അതിൻ്റെ ഇടയ്ക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അടുത്ത റമദാൻ വരെ വെച്ചേക്കുന്നുള്ള പറഞ്ഞോ നമ്മളോട്? ഇല്ല, ഇടയ്ക്ക് പോകാം. ഇനി റമദാൻ കാണാതെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ അള്ളാഹുവിനോട് വാക്ക് പാലിക്കാതെ ആയി പോയിട്ടുണ്ടോ? അള്ളാഹ്ക്ക് വാക്ക് കൊടുത്തത് വാക്ക് പാലിക്കണം. അതാണ് നിഫാഖ് വരാതിരിക്കാനുള്ള മൂന്നാമത്തെ കാരണം. പരിശുദ്ധമായ ബദർ യുദ്ധം നടക്കുകയാണ്. ആ പരിശുദ്ധമായ ബദർ യുദ്ധം നടക്കുമ്പോ അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട പിതൃ സഹോദരൻ മൂത്താപ്പ അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹുവിന് ആ യുദ്ധത്തിൽ ബദറിൽ സംബന്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പോകാൻ പറ്റിയില്ല.
മഹാനവറുകൾ ഒരുപാട് സങ്കടപ്പെട്ടു. ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തു, സ്വഹീഹൈനിലുണ്ട്. ഇമാം ഇബ്നു ഹബി ഹാത്തിം, ഇബ്നുൽ മുൻദിർ, ഇമാം ബൈഹഖി ശുഅബുൽ ഈമാനിൽ, ഇബ്നു മർദവൈഹി അവരുടെ തഫ്സീറിൽ ഒക്കെ രേഖപ്പെടുത്തിയ സ്വഹീഹായ സംഭവം. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഗാബ അമ്മി അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു അൻ മൗഖഅതി ബദരിൻ ഫഖാൽ. എന്റെ പ്രിയപ്പെട്ട പിതൃ സഹോദരൻ അനസ് ഇബ്നു നളർ എന്നവരെ പറയുന്നു, അനസ് ഇബ്നു മാലിക് എന്നവരെ, എന്റെ പിതൃ സഹോദരൻ അനസ് ഇബ്നു നളർ എന്നവർ ബദറിലേക്ക് പോകാൻ കഴിയാതെ വന്നപ്പോ വല്ലാണ്ട് സങ്കടപ്പെട്ട് പറയുകയായിരുന്നു, ഗിബ്തു അൻ അവ്വലി മശ്ഹദിൻ ഷഹിദഹു റസൂലുള്ളാഹി വസ്സഹാബത്തുൽ അബ്റാർ. അല്ലാഹുവിന്റെ റസൂലും ഹബീബിന്റെ സ്വഹാബികളും ആദ്യമായി ഇടപെട്ട യുദ്ധത്തിലേക്ക് പോകാൻ എന്നെ കൊണ്ട് സാധിച്ചില്ലല്ലോ. സങ്കടമായി പോയി. ഹജ്ജിനൊക്കെ നിയ്യത്ത് ചെയ്തു പോകാൻ പറ്റാതെ വല്ലാത്ത സങ്കടം വരും അല്ലേ? ഉംറക്കൊക്കെ നിയ്യത്ത് ചെയ്തു, എന്തോ വിസയ പാസ്പോർട്ടോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ടിക്കറ്റോ, പോകാൻ പറ്റിയില്ല, വല്ലാത്ത സങ്കടം. അതുപോലെ ഒരു സങ്കടം എന്തിനെന്നറിയോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയാവാൻ കഴിയുമായിരുന്നല്ലോ, പോയിരുന്നെങ്കിൽ എനിക്ക് സാധിച്ചില്ലല്ലോ. സങ്കടപ്പെടാൻ ആര്? അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. ബസ്സിൽ പോകാൻ സീറ്റ് കിട്ടിയില്ലല്ലോ എന്നല്ല ഈ കരയണത്, യുദ്ധത്തിൽ പോയിട്ട് മരിക്കാൻ പറ്റിയില്ലല്ലോ. ഒരു വ്യത്യാസം ആലോചിച്ച് നോക്കണം. യുദ്ധത്തിൽ പോകാൻ പറ്റിയില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവരുടെ പിതൃ സഹോദരനെ കുറിച്ച്, അനസ് ഇബ്നു നളർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, അല്ലാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യാൻ ആഗ്രഹമായിട്ട് എനിക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ. വല്ലാഹി ലഇൻ അഷ്ഹദനി അല്ലാഹു മശ്ഹദൻ ആഖർ ലയറയന്ന അല്ലാഹു മാ അസ്ന. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇനി എങ്ങാനും അല്ലാഹുവിന് വേണ്ടി പോരടിക്കാൻ ഒരു യുദ്ധം വരികയാണെങ്കിൽ അനസ് ഇബ്നു നളർ എന്ന ഞാൻ അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന ത്യാഗം അല്ലാഹു കാണാൻ കഴിയും. വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇനിയൊരു യുദ്ധമുണ്ടെങ്കിൽ ഞാൻ അതിൽ നിർബന്ധമായും പോയിരിക്കും. ബദറോ നഷ്ടമായി. ബദരീങ്ങളെ കുറിച്ചല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വമാ യുദ്രീക യാ ഉമർ. മജ്ലിസുന്നൂർ ഓതാറില്ലേ? ഇവിടെ ഉണ്ടോ? ഓതാറുണ്ട്. മാഷാ അല്ലാഹ്. മഹാനായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങളുടെ നിർദ്ദേശമാണ്. തങ്ങൾ ഫൈലി ബിരുദുള്ള ആളെ എത്രയൊക്കെ അറിയുന്നറിയില്ല. അല്ലെ മുസ്ലിം ലീഗിന്റെ നേതാവെന്ന് പറഞ്ഞ് രാഷ്ട്രീയക്കാരും കുറ്റം പറയുന്നവരുണ്ടാവും. തങ്ങൾ ഫൈലി ബിരുദുള്ള ആളാ. ആര്? ഹൈദരലി ശിഹാബ് തങ്ങൾ. അവർ ഫൈസിയാണ്, എഴുതാറില്ല എന്ന് മാത്രം. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഫൈസി എന്ന് എഴുതാറില്ല എന്ന് മാത്രം. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, മഹാനായ പൂക്കോയ തങ്ങളുടെ പ്രിയപ്പെട്ട പുത്രൻ അല്ലേ? മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന ഈ ഉമ്മത്ത് കണ്ട മുസ്ലിം കൈറലിയുടെ പ്രഭാ നിലമായിരുന്ന ഈ ഉമ്മത്തിന്റെ അഭിമാന വ്യക്തിത്വമായിരുന്ന മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ അനുജൻ അല്ലേ? അള്ളാഹു അവരുടെയൊക്കെ കീഴിൽ പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അങ്ങനത്തെ ഒരു നേതൃത്വം കിട്ടുന്ന സൗഭാഗ്യമല്ലേ മുഅ്മിനെ? അതൊക്കെ ഒരു സൗഭാഗ്യമല്ലേ? ഇവിടുത്തെ സ്കൂളും ഇവിടുത്തെ മറ്റു മദ്രസകളും ഒക്കെ മഹാന്മാരായ പാണക്കാട് സയ്യിദന്മാരുടെ പേരൊക്കെ കണ്ടു. വല്ലാത്ത സന്തോഷം തോന്നുന്നു. അതൊക്കെ ഒരു ഹുർമത്താ. തങ്ങന്മാരല്ലേ? 28ാമത്തെ ഉപ്പാപ്പ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഡ്രസ് ഇല്ലാത്ത തങ്ങന്മാരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് അഡ്രസ് ഉള്ളതാ. പാണക്കാട് തങ്ങന്മാര്, കുമ്പോൽ തങ്ങന്മാര്, ജമലുല്ലയിൽ തങ്ങന്മാര്, ഒരുപാട് സയ്യിദ് കബീലകൾ ഇവിടെ ഉണ്ട്. അഡ്രസ് ഇല്ലാത്തവരും ഉണ്ട്. പക്ഷെ അഡ്രസ് ഉള്ള തങ്ങന്മാരാ. അത് ഹബീബിന്റെ ചോരല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ നാട്ടിലൊക്കെ പകർച്ചവ്യാധികളൊക്കെ വരുമ്പോഴാ തങ്ങൾ പറഞ്ഞത്, ക്യാൻസറൊക്കെ കൂടല്ലേ, കിഡ്നി അസുഖമുള്ളവർ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാ തങ്ങൾ പറഞ്ഞത്, ബദരീങ്ങളുടെ നാമം ഉച്ചരിച്ച് അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്ത് നമ്മുടെ വീടുകളിലും മഹല്ലിലും പള്ളികളൊക്കെ ദ്വാരക്കണം. അതാണ് ഈ മജ്ലിസുന്നൂർ എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹു. എല്ലാവിധ വിപത്തുകളും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എന്താ ബദരീങ്ങളെന്നറിയോ? മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയാ, ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വിഷയം ഉണ്ടായപ്പോ, ഹാത്തിബ് എന്നവരെ ഞാൻ കൊല്ലട്ടെ നബിയെ, കാരണം നബി തങ്ങളുടെയും ഇസ്ലാമിന്റെയും ഒരു സ്വകാര്യം ശത്രുക്കൾക്ക് പറഞ്ഞു കൊടുത്തില്ലേ എന്ന മക്ക വിജയത്തിലേക്ക് പോകുന്ന ഒരു സന്ദർഭം, നബി തങ്ങളുടെ എക്സ്പെഡിഷന്റെ സ്വകാര്യത മക്കക്കാർക്ക് ചോർത്തിക്കൊടുത്തൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. അള്ളാഹു അവർക്കത് പുറത്തു കൊടുത്തു.
ഉമർ നബിയെ ഹത്തിബ ചെയ്ത് തെറ്റല്ലേ, ഹത്തിബിനെ ഞാൻ കൊല്ലട്ടെ എന്ന് ചോദിച്ചപ്പോഴാ വമാ യുദ്രീക യാ ഉമർ, ഉമറേ നിങ്ങൾക്ക് എന്തറിയാം, ലഅല്ലല്ലാഹ ത്വലഅ അലാ അഹ്ലി ബദരിൻ ഫഖാൽ യഅമലൂ മാ ശിഅ്തും ഫഇന്നി ഗഫർതു ലക്കും. സ്വഹീഹായ ഹദീസ്. ബദരീങ്ങളോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഉമറേ, അല്ലാഹു ബദരീങ്ങളോട് പറഞ്ഞത്രേ, ബദരീങ്ങളെ നിങ്ങൾ എനിക്ക് വേണ്ടി ബദറിൽ ഇറങ്ങിയവരല്ലേ, യഅമലൂ മാ ശിഅ്തും നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ചെയ്തോളൂ ബദരീങ്ങളെ, ഫഇന്നി ഗഫർതു ലക്കും നിങ്ങൾക്ക് ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു ബദരീങ്ങളോട് പറഞ്ഞെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്. അല്ലാഹ് പുറത്തു കൊടുത്തു എന്ന് ഉറപ്പുള്ളവരാണ് ബദരീങ്ങളെ. സുബ്ഹാനല്ലാഹ്. വേണ്ടത് ചെയ്തോളി ബദരീങ്ങളെ, നിങ്ങൾ എനിക്ക് വേണ്ടി ബദറിൽ ഇറങ്ങിയില്ലേ, അത് മതി. ബദറിൽ ഷഹീദായാലും ഇല്ലെങ്കിലും ബദറിൽ ഹബീബിന്റെ കൂടെ സംബന്ധിച്ചില്ലേ, അത് മതി, അത് മതി, നിങ്ങൾക്ക് ഞാൻ എല്ലാം പുറത്തു തന്നു എന്ന് അല്ലാഹു ബദരീങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണം ഉമറേ. അങ്ങനത്തെ ബദരിയല്ലയോ മഹാനായ ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു. അവരെ പറ്റി അങ്ങനെ പറയാൻ പാടുണ്ടോ എന്ന് നബി തിരുത്തി കൊടുക്കാൻ. അനസ് ഇബ്നു നദർ എന്നവർ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും ആദ്യമായി യുദ്ധത്തിനിറങ്ങിയ ബദർ, ആ ബദറിലേക്ക് എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഇനി എങ്ങാനും ഒരു അവസരം അല്ലാഹു എനിക്ക് നൽകുകയാണെങ്കിൽ ലയറയന്നല്ലാഹു മാ അഅമൽ, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്, ലയറയന്നല്ലാഹു മാ അസ്ന, ഞാൻ എങ്ങനെയൊക്കെ അല്ലാഹുവിന് വേണ്ടി യുദ്ധക്കളത്തിൽ പോരാടുമെന്ന് അല്ലാഹു കാണുക തന്നെ ചെയ്യുമെന്ന് അനസ് ഇബ്നു നദർ റളിയല്ലാഹു അൻഹു വാക്ക് കൊടുക്കുന്നു അല്ലാഹുവിനെ.